അച്ഛൻ ആദ്യമേ തന്നെ എൻ്റെ അടുത്ത് ചൂടുവെള്ളം വല്ല സൗണ്ട് ഇച്ചിരി വ്യത്യാസമായിരിക്കും. താങ്ക് യു. പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രകാരം ഈ സന്ധ്യയിൽ ഒരുമിച്ച് നിങ്ങളോട് ചേർന്ന് ദൈവവചനം ധ്യാനിപ്പാനായിട്ട് ലഭിച്ച ഈ നല്ല സമയത്തിനായിട്ട് അതിന് അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട പ്രമോദച്ചനോടുള്ളതായ നന്ദിയും സ്നേഹവും ആദരവും ആദ്യം തന്നെ അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് നോമ്പിൻ്റെ 27-ാം ദിവസം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ, അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നോമ്പിനെ കുറിച്ചാണ്. നോമ്പ്, അതിൽ കൂടി നാം എന്ത് ആർജിക്കേണ്ടിയിരിക്കുന്നു, നോമ്പ് എന്തിനു വേണ്ടി നാം ആചരിക്കുന്നു, ഇങ്ങനെയുള്ളതായ നിരവധി കാര്യങ്ങൾ നോമ്പിൽ ഈ ദിവസങ്ങളിലൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാർത്തോമ സഭയുടെ മീഡിയ ഡിവിഷൻ, മാർത്തോമ വിഷൻ എന്ന് പറയുന്നതിൽ എല്ലാ ദിവസവും ഒരു ധ്യാന ചിന്ത വരുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും തന്നെ വായിക്കുന്നുണ്ടായിരിക്കും, കേൾക്കുന്നുണ്ടായിരിക്കും. വീഡിയോ പ്രസൻറ്റേഷനാണ്. മനന ശിഖരം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം, യൂട്യൂബിൽ പോയി വീഡിയോ നോക്കുമ്പോൾ അറിയാം. മനന ശിഖരം 6 മിനിറ്റ് 7 മിനിറ്റേ ഉള്ളൂ. അത് വളരെ മനോഹരമായ ചിന്തകൾ. ചിലപ്പോൾ നമ്മുടെ തിരുമേനിമാരാരെങ്കിലും ആയിരിക്കും, അച്ഛന്മാരാരെങ്കിലും ഒക്കെ ആയിരിക്കും അത് എഴുതുന്നത്. അതുപോലെ തന്നെ ഈ മാസത്തെ മാർച്ച് മാസത്തെ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ മുഖപത്രമായ സന്നദ്ധം എന്ന മാസികയിൽ ഈ മാസത്തെ കൊടുത്തിരിക്കുന്നതായ ചിന്ത വിഷയം പരിമിതപ്പെടുത്തി പരിരക്ഷിക്കേണ്ടുന്ന ആത്മീയ അനുഭവങ്ങൾ, ആ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ കേൾക്കുന്നതെല്ലാം, ഈ സമയങ്ങളിൽ കേൾക്കുന്നതെല്ലാം പറഞ്ഞു പോകുന്നത് അതായത് നോമ്പിനെ കുറിച്ചുള്ളതായ കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഈ അടുത്ത സമയത്ത് കേട്ടതായ ഒരു വീഡിയോയിൽ നോമ്പിനെ കുറിച്ച് കൊടുക്കുന്നതായ ഒരു നിർവചനം, ഒരു ഡെഫിനിഷൻ, അത് നിങ്ങളുമായിട്ട് ആദ്യം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക ചെയ്യുന്നത്. ലെൻഡ്, LEND, ആ 4 അക്ഷരങ്ങൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ ഇപ്രകാരം അത് വായിക്കാം: ലെറ്റസ് എലിമിനേറ്റ് നെഗറ്റീവ് തോട്ട്സ്. ഒരു പ്രാവശ്യം കൂടെ, ലെറ്റസ് എലിമിനേറ്റ് നെഗറ്റീവ് തോട്ട്സ്. അതായത് ഈ നോമ്പിൻ്റെ കാലങ്ങളിൽ നമുക്ക് ലഭിക്കേണ്ടതായ, നാം ആഗ്രഹിക്കേണ്ടതായ ഒരു കാര്യം, നിഷേധാത്മകമായ ചിന്തകളെ ഒഴിവാക്കുക, നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ ഒഴിവാക്കുക. മലയാളത്തിൽ നോമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് 2 വാക്കുകളിൽ കൂടിയാണ് അതുണ്ടായിരിക്കുന്നത്. നോവ് പ്ലസ് അൻപം. നോവെന്ന് പറഞ്ഞാൽ വേദന, അല്ലെങ്കിൽ അതിന് നൊമ്പരം എന്ന് പറയും. അൻപെന്ന് പറഞ്ഞാൽ സ്നേഹം. അപ്പോൾ അത് ഒരുമിച്ച് ചേർത്ത് വായിച്ചാൽ നൊന്ത് സ്നേഹിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുന്നവരാണ്. നമ്മുടെ ശരീരത്തിന് വളരെയേറെ പരിപാലനം ആവശ്യമാണ്. ഭക്ഷണം വേണം, അതുപോലെ വിശ്രമം വേണം, ശരിയായ ഉറക്കം വേണം, വ്യായാമം വേണം. അതുപോലെ ശരീരത്തിന് പലവിധമായ നമ്മുടെ ജഡികമായ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഈ നോമ്പിൻ്റെ കാലങ്ങളിൽ അതിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ഭക്ഷണങ്ങൾ നമ്മളത് ക്രമപ്പെടുത്തിയാൽ, നമ്മുടെ ജീവിതചര്യകളിൽ ചില വ്യത്യാസങ്ങളൊന്ന് വരുത്തിയാൽ ഒരുപക്ഷെ നമ്മുടെ ദേഹത്തെ നൊമ്പരപ്പെടുത്തുകയായിരിക്കും ചെയ്യുന്നത്. എന്നാൽ അതിൽ കൂടി നാം സാധിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നൊമ്പരത്തിൽ കൂടി നമ്മുടെ ശരീരത്തെ നാം സ്നേഹിക്കുക. അതിൽ കൂടി നാം ആർജിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആത്മാവിനെ ഒന്ന് ഉണർത്തുക, ഉയർത്തുക, ബലപ്പെടുത്തുക. അതത്രേ ചെയ്യുന്നത്. ഇപ്രകാരം ഒരു സേയിങ് ഉണ്ട്, അത് നമുക്കെല്ലാം അറിയാം. ഒരു സേയിങ് അല്ല, ഇറ്റ്സ് എ ഫാക്ട്. അതായത് there is a relationship between body and spirituality. നമ്മുടെ ശരീരവും അത് നമ്മുടെ ജഡവും ആത്മാവും തമ്മിൽ, ആത്മീയതയും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. അപ്പം എത്രമാത്രം മുഖവരിയായി പറഞ്ഞുകൊണ്ട്
ഇന്നത്തേക്കുള്ള ചിന്തയിലേക്ക് പ്രവേശിക്കുവാൻ അത്രേ ആഗ്രഹിക്കുന്നത്. തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നമ്മുടെ എപ്പിഫനി ചർച്ചിൻ്റെ ലെൻറ്റ് പോർഷനിൽ അച്ഛൻ കൊടുത്തിരിക്കുന്നതായ ഭാഗം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതായത് ലെൻറ്റ് പോർഷനിൽ 27ാമത്തെ ദിവസത്തേക്കുള്ളതായ ഒന്നും യെശയ്യാ പ്രവചൻ്റെ പുസ്തകം 66-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങളാണ്. The book of Isaiah, chapter 66, verses 12 to 15. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോട് പോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും. നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിന്മേൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മ ആശ്വസിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥികൾ ഇളം പുല്ല് പോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ശത്രുക്കളോടോ അവൻ ക്രോധം കാണിക്കും. യഹോവ തന്റെ കോപത്തെ ഉഗ്രതയോടും തന്റെ ശാസനെ അഗ്നിജ്വാലകളോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും. അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെയും ഇരിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അണയ്ക്കാം. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്നേഹവനായ കർത്താവേ, അപ്പം ഈ സന്ധ്യയുടെ ശാന്തതയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പകലത്തെ അധ്വാനത്തിൽ നിന്നൊക്കെ വിരമിച്ച് കർത്താവേ, ഈ വാത്സല്യ ഭവനത്തിൻ്റെ കണലിൽ ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം, നിന്നെ ആരാധിപ്പാൻ തക്കവണ്ണം, നിന്റെ വചനം പഠിപ്പാനൊക്കെ ഇടയിൽ തരുന്നതായ വലിയ സാവകാശത്തിലായിട്ട് ഇതിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുസന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അല്പസമയമാണ് ഇവിടെ ആയിരിക്കുന്നത്. കർത്താവെ, തിരുനാമത്തിൻ്റെ മഹത്വത്തിന് അടിയങ്ങളുടെ ജീവിതത്തിൻ്റെ പുതുക്കത്തിനൊക്കെ മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിപ്പാൻ തക്കവണ്ണം അടിയനെ ബലപ്പെടുത്തണമേ, ആത്മാവിനാൽ ശക്തീകരിക്കണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഇന്നിൻ്റെ പ്രിയ മക്കളുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് കരുണയോട് തിരുമളി ചെയ്യുമാറാകണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നാം നോക്കുമ്പോൾ അത് എഴുതിയത് BC 740-നും 700-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ്. ഈ പ്രവചനങ്ങളെല്ലാം തന്നെ യഹൂദായെയും യെരൂശലേമിനെയും പറ്റി അവർക്ക് വേണ്ടിയുള്ളതായ ഒരു ദർശനമായിട്ടാണ് കാണപ്പെടുന്നത്. ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ രാജാക്കന്മാരുടെ കാലത്താണ് യെശയ്യാവ് ജീവിച്ചതും ദർശനങ്ങൾ നടത്തിയതും പ്രവചിച്ചതും. യെശയ്യാ പ്രവചനത്തിലേക്ക് നാം നോക്കുമ്പോൾ അതിൽ 2 സെക്ഷൻസ് നമുക്ക് കാണുവാനായിട്ടേക്കും. അതിൻ്റെ പ്രോഫറ്റിക് തീമുണ്ട്, അതിൻ്റെ തിയോളജിക്കൽ തീമും ഉണ്ട്. അപ്പം പ്രോഫറ്റിക് തീംസിൽ പ്രവാചകൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജഡ്ജ്മെൻറ്റ് ആൻഡ് ഹോപ്പ്, അതായത് ന്യായവിധിയും ദൈവം കൊടുക്കുന്ന പ്രത്യാശയും. വേറൊന്ന് മെസ്സിയാനിക് പ്രോഫസീസ്, മശിഹായനെ കുറിച്ചുള്ളതായ കാര്യം നമുക്കറിയാം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 10-ാം അധ്യായത്തിലൊക്കെ ഒരു മശിഹ ജനിക്കുന്നതിനെ കുറിച്ചും മശിഹ എങ്ങനെയുള്ള ആളായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള പ്രവചനങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ 3-ാമത്തെ ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റ് ഓഫ് ദ നേഷൻസ്, രാഷ്ട്രങ്ങളുടെ മേലുള്ള ന്യായവിധിയെക്കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. എന്നാൽ തിയോളജിക്കൽ സൈഡിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ കാണുന്നത് ദൈവത്തിൻ്റെ സർവാധിപത്യം. യെശയ്യാ പ്രവചനത്തിൽ മുഴുവനായി നാം കാണുന്ന ഒരു പ്രയോഗം എന്ന് പറഞ്ഞാൽ ഹോളി വൺ ഓഫ് ഇസ്രയേൽ, ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ, ഇസ്രയേലിൻ്റെ പരിശുദ്ധനാണ് ദൈവത്തെ കൂടുതലായിട്ട് അവിടെ സംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2-ാമത്തെ ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഇസ്രയേലിൻ്റെ, അതായത് യഹൂദയുടെയും ഇസ്രയേലിൻ്റെയും യഥാസ്ഥാനപ്പെടുത്തലും വീണ്ടെടുക്കലുമാണ് അത് കാണിച്ചിരിക്കുന്നത്. ഈ 66 പുസ്തകങ്ങളുള്ള 3ആയിട്ട് നമുക്ക് തരംതിരിക്കുക. ആദ്യത്തെ 39 അധ്യായങ്ങളിൽ അതായത് പറയുന്നത് ദ വാണിംഗ് ഓഫ് കമ്മിങ് ജഡ്ജ്മെൻറ്റ് ആൻഡ് ഹോപ്പിനെ കുറിച്ചാണ് പറയുന്നത്. 40 തൊട്ട് 55 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്നത് ബാബിലോണിയൻ എക്സൈൽ, ആ സ്ഥലത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് പറയുന്നത്. 56 തൊട്ട് 66 വരെയുള്ള വാക്യങ്ങളിൽ അതായത് ഇസ് ദ പോസ്റ്റ് എക്സൈൽ പീരിയഡ്, അതായത് പ്രവാസം കഴിഞ്ഞിട്ടുള്ളതായ കാലത്തെക്കുറിച്ചുള്ളതായ പ്രവചനങ്ങളും ജനത്തോടുള്ളതായ
ദൈവത്തിൻ്റെ അരുളപ്പാടുമാണ് കാണുന്നത്. അത് നാം വായിച്ച വാക്യങ്ങൾ, അതായത് 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ എക്സൈൽ കഴിഞ്ഞിട്ട് വന്ന ആൾക്കാർ, കുറച്ച് പേരൊന്നും എക്സൈലിൽ പോയിട്ടില്ലായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരെയും കൂടെ കൂട്ടി ഒരുമിച്ച് ചെയ്യുന്നൊരു പ്രവചന ഭാഗ്യമാണ്. അപ്പോൾ അച്ഛൻ ഈ പോർഷന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിച്ചു കാണും അതിനകത്ത്, അതായത് ക്രൈസ്റ്റ് ദ ഫൗണ്ടേഷൻ ഓഫ് ജോയ് ആൻഡ് സാൽവേഷൻ. യേശു ക്രിസ്തു സന്തോഷത്തിൻ്റെയും രക്ഷയുടെയും അടിസ്ഥാനം എന്നുള്ളതാണ്. ഒരുപക്ഷെ നാം നോക്കുമ്പോൾ യേശു ക്രിസ്തു എന്നുള്ളൊരു ഭാവം ഇവിടെ കാണുന്നേയില്ല. ആ വേർഡ് അവിടെ ഒന്നുമേ പ്രവാചകൻ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ നമുക്കറിയാം, യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇസ് അബൌട്ട് ദ സഫറിംഗ് സെർവന്റ്. അതിൻ്റെ 5-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അണിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ അത് അതിനകത്തുനിന്ന് വളരെ വ്യക്തമാണ് നമുക്ക് പ്രവാചകൻ ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്. ദ സഫറിംഗ് സെർവൻറ്റ്. സോ വി നോ ദാറ്റ് വൺ സഫറിംഗ് സെർവൻറ്റ് ഈസ് നോ അതർ ദാൻ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു ആണ് ആ സഫറിംഗ് സെർവൻറ്റ്. അവൻ്റെ അടിപ്പിണരുകളാലാണ് നമുക്ക് സൗഖ്യം വരുന്നത്, നമ്മുടെ സമാധാനം അവനാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോർഷന് അച്ഛൻ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഞാൻ പറഞ്ഞു, ജീസസ് ക്രൈസ്റ്റ് ദ ഫൗണ്ടേഷൻ ഓഫ് ജോയ് ആൻഡ് സാൽവേഷൻ. ഞാൻ അതിൻ്റെ കൂടെ ഒരു വാക്കുകൂടി ചേർത്ത് അത് റീഫ്രൈസ് ചെയ്യുകയാണ്. ജീസസ് ക്രൈസ്റ്റ് ദി ഫൗണ്ടേഷൻ ഓഫ് പീസ്, ജോയ് ആൻഡ് സാൽവേഷൻ. 3 കാര്യങ്ങളാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഈ പോർഷനിൽ നിന്ന് ആ 3 കാര്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ ശ്രമം മാത്രമാണ് നടത്തുന്നത്. അത് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനകം ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. അതിൻ്റെ 12ഉം 13ഉം വാക്യങ്ങൾ ഒന്നുകൂടി ഞാൻ വായിക്കട്ടെ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോട് പോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും. നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിന്മേലിരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. നിങ്ങളുടെ അസ്ഥികൾ 12-13 ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, പ്രവാചകന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിന് യഹൂദയ്ക്കും യെരൂശലേമിനും ഉണ്ടാകുന്ന സമാധാനത്തെക്കുറിച്ചാണ് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. 3 ഇമേജറീസാണ് ഇവിടെ പ്രവാചകൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു നദിയുടെ കാര്യം പറയുന്നുണ്ട്, രണ്ടാമത് പറയുന്നത് കവിഞ്ഞൊഴുകുന്ന ഒരു തോടിൻ്റെ കാര്യം പറയുന്നുണ്ട്, മൂന്നാമത് പറയുന്ന ഒരു അമ്മയുടെ കാര്യമാണ് പറയുന്നത്. 3 ഇമേജറി ഇവിടെ കാണുന്നുണ്ട്. ഒരു നദിയെക്കുറിച്ച് നാം നോക്കിക്കഴിയുമ്പോൾ ആ നദിയുടെ സ്വഭാവം നമുക്കറിയാം. അത് ശാന്തമായി ഒഴുകുന്ന ഒന്നാണ്. അതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതല്ല, എപ്പോഴും ഒഴുകിക്കൊണ്ടേ ഇരിക്കും. ശാന്തമായി, കടൽ പോലൊന്നുമല്ല, സമുദ്രം പോലൊന്നുമല്ല, ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതായത് എപ്പോഴും അതിലെ വെള്ളം പുതുതായിട്ട് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് നോക്കുമ്പോൾ ഒരു നദിയെക്കുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ 2 കരകളിലും 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, അല്ലെ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ, അതിൻ്റെ കരകളിൽ നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെയും ഇല വാടാത്തതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായിരിക്കും. ആർക്കും എപ്പോഴും അനുഭവം തരുന്നതായ ഒരെന്നാണ് ഒരു നദിയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രവാചകൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവം തരുന്നതായ സമാധാനം ആ ഒരു നിശ്ചലമായി ഒഴുകുന്ന ഒരു നദി പോലെ ആണ്. ദ റിവർ ഈസ് എ സോഴ്സ് ഓഫ് ലൈഫ്. ഇറ്റ് ഫ്ലോസ് ഫ്രീലി, കോൺസ്റ്റൻ്റ്ലി, റെപ്ലനീഷിങ് ആൻഡ് ഇറ്റ് ഈസ് സൂത്ത്ഫുൾ. വളരെ മന്ദമായിട്ടും മൃദുലമായിട്ടുള്ള ഒരു സമാധാനം. ഈ ഒരു സമാധാനത്തെ അപ്പോഴുള്ള ഒരു സമാധാനമാണ് ദൈവം നിങ്ങൾക്ക് തരുവാൻ പോകുന്നത് എന്നാണ് പ്രവാചകനിവിടെ ഓർപ്പിക്കുന്നത്. രണ്ടാമത് കവിഞ്ഞൊരുകുന്ന ഒരു തോട് പോലെ. നമുക്കറിയാം, ഒരു സ്ട്രീം അത് കവിഞ്ഞൊരുകി കഴിഞ്ഞാൽ അതൊരു സമൃദ്ധിയാണ് കാണിക്കുന്നത്. അത് സമൃദ്ധമായ ഒരു സമാധാനം, ഒരു സന്തോഷമാണ് പ്രവാചകൻ ഇവർക്ക് ജനത്തിന് ദൈവം കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നുള്ളൊരു പ്രവചനം അവരെ ഓർപ്പിക്കുക എത്ര ചെയ്തത്. മൂന്നാമതായിട്ടുള്ള ഇമേജറി എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ കാര്യവും പറയുന്നത്.
നമുക്കറിയാം ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഏത് വിധത്തിലാണ് പരിപാലിക്കുന്നത്. പെട്ടെന്ന് ഏതെങ്കിലും പെട്ടെന്ന് പേടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് ഓടിച്ചെന്ന് അമ്മയുടെ മാർവിലേക്ക്, അമ്മയുടെ മടിയിലേക്ക് കയറി ഇരിക്കുന്നപ്പോൾ ആ അമ്മ കൊടുക്കുന്നതായ ആശ്വാസം, അപ്രകാരമുള്ള ഒരു സമാധാനമാണ് ദൈവം നൽകുന്നതെന്ന് പറയുകയാണ്. അമ്മയുടെ കെയർ, നഴ്സിങ്, പ്രൊട്ടക്ഷന്, കംഫർട്ട്, അപ്രകാരം ഒരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന ഈ പ്രവാസം കഴിഞ്ഞു വന്നവരോടും അവിടെയുള്ള ജനത്തോടും പ്രവാചകൻ പറയുകയാണ് കഴിയുന്നത്. We know that one, the motherly care is one of the deepest and most tender form of reassurance. പിന്നെ ആ കുഞ്ഞിന് യാതൊരു പേടിയുമില്ല. അമ്മയുടെ മടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ മണത്തിനെ കുറിച്ച് ഒരു വിധമില്ല. അപ്രകാരം ഒരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ്. ഈ സമാധാനത്തിൻ്റെ ഉറവിടം എവിടെയാണ്? എവിടെ നിന്നാണ് ഇത് ലഭിക്കുന്നത്? 53-ാം അധ്യായത്തിൽ ശേപ്രകടനം 53 നാം വായിച്ചു. അവിടെയാണ് സമാധാനത്തിൻ്റെത്. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരട്ടെ. ഈ രണ്ട് പോർഷനുമായിട്ട് ഒന്ന് ലീഡ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ചില വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വായിച്ച് നിങ്ങൾ സഹായിച്ചാൽ നല്ലതായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം യേശു ക്രിസ്തുവിൻ്റെ വാക്കാണ്. സമാധാനം ഞാൻ നിങ്ങൾ തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നതുപോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കരങ്ങരുത്. അതായത് യേശു ക്രിസ്തു പറയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആ സമാധാനത്തിൻ്റെ ഉറവിടം യേശു ക്രിസ്തു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 17 വാക്യങ്ങളിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട് ആ സമാധാനം ആരാകുന്നു എന്നുള്ളത്. 2:14 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനുണ്ട്. ഓക്കെ, അവിടെ അപ്പോസ്തലൻ ഉറപ്പിച്ചു പറയുകയാണ്, അതായത് ആ സമാധാനം യേശു ക്രിസ്തു ആകുന്നുവെന്ന്. അത് തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28:9 കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായിട്ടുള്ളവരെ എൻ്റെ അടുത്ത് വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതുപോലെ ഒരു വാക്യം കൂടെ റോമ 2 തെസ്സലോനിയൻസ് 3:16 അനേക ഭാഗങ്ങളുണ്ട്. അല്ലെ, അത് മാത്രമാണ് ഞാൻ എടുത്തത്. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. സമാധാനത്തിന്റെ കർത്താവായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പൊ ഈ വാക്യങ്ങളെല്ലാം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്, വിരൽ ചൂണ്ടുന്നത് ഒരാളിലേക്കാണ്. സമാധാനത്തിന്റെ അടിസ്ഥാനം, സമാധാനം തരുന്നവൻ ആരാണ്? യേശു ക്രിസ്തു. അതായത് ഞാൻ പുതിയ നിയമത്തും പഴയ നിയമം നാം വായിച്ചു. യെശയ്യാ പ്രവാചകൻ അതൊരു നിഴലാണ്. അതിൻ്റെ പൊരുൾ നാം കാണുന്നത് യേശു ക്രിസ്തുവിലാകുന്നു. അപ്പോൾ ഈ വായിച്ച 12-ാമത്തെയും 13-ാമത്തെയും വാക്യങ്ങളിൽ കൂടി പ്രവാചകൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നു. അന്ന് അവർക്കുള്ള സമാധാനം ദൈവം അവർക്ക് സമാധാനം നൽകി. ഇന്ന് പുതിയ ഇസ്രായേലിന് ലഭിക്കുന്നതായ സമാധാനം നമുക്ക് എവിടെ കണ്ടെത്തുവാൻ സാധിക്കും? യേശു ക്രിസ്തുവിൽ കണ്ടെത്തുവാൻ സാധിക്കും. ഇനി ആ യേശു ക്രിസ്തുവിന് ലഭിക്കുന്നതായ സമാധാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൽക്കാലത്തേക്കുള്ളതൊന്നുമല്ല. രാജ്യങ്ങൾ തമ്മിൽ തൽക്കാലത്തേക്കുള്ളൊരു പീസ് ട്രീറ്റി ഉണ്ടാക്കുന്ന പോലുള്ള കാര്യമല്ല. അത് ചെറിയ സമയത്തേക്ക് നിലനിൽക്കും. എന്നാൽ ഈ സമാധാനത്തിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ സ്വഭാവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ പറയും. നമ്മളെല്ലാവരും മനഃപ്പാഠമായിട്ട് പറയുന്നൊരു വാക്യമാണ്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കാത്ര വേണ്ടത്. ഫിലിപ്പിയർ 4:6-7 വെച്ചേ. 4:6-7
അപ്പം സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവ സമാധാനമാണ്. സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവ സമാധാനം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അതിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അത് വാഗ്ദാനം ചെയ്യുന്നതുമാണ്. ആ സമാധാനം സകല ബുദ്ധിയെയും കവിയുന്നതാണ്. അത് എല്ലാവർക്കും ലഭ്യമായ ഒരു സമാധാനമാണ്. യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. യെശയ്യാ പ്രവചനം 26-3. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഓക്കെ. ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സമാധാനമാണ്, കംപ്ലീറ്റ് പീസ്. അതാണ് പറയുന്നത്. യേശു ക്രിസ്തു മത്തായി സുവിശേഷത്തിൽ പറയുന്നത് 5-ാം അധ്യായത്തിൽ, അതായത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പം അത് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ദൈവം തരുന്നതായ ഈ സമാധാനം അത് സകല ഭയത്തെയും മാറ്റി സന്തോഷമുളവാക്കുന്നതായ ഒരു സമാധാനമാണ്. അതിൻ്റെ 3 തലങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡീപ്പ് പീസ്, അതായത് വളരെ ആഴമേറിയതായ ഒരു സമാധാനം. ഒരു ചെറിയ സമയത്തേക്കോ ഒരു ഉപരിതലത്തിലോ മാത്രമുള്ളതല്ല, നിത്യമായ ഒരു സമാധാനമാണ് ദൈവം വാഗ്ദത്തം ചെയ്യുന്നത്. യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അത് രണ്ടാമത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തുല്യമായിട്ടുള്ള യാതൊന്നുമില്ല. അതിരുകളില്ലാത്തതായ ഒരു സമാധാനം, സ്നേഹമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് തോട് കവിഞ്ഞൊഴുകുന്നത് പോലെ ആ സമാധാനം വളരെ അധികമായിട്ട് ധാരാളമായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അത് യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമത്രേ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ ചിന്ത അതിൻ്റെ യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, അതിൻ്റെ 13-ന്റെ അവസാനം തൊട്ട്, നിങ്ങൾ ആശ്വാസം പ്രാപിക്കും, അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥികൾ ഇളം പുല്ല് പോലെ തഴയ്ക്കും, യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും. അത് വരവുണ്ട്. അപ്പം അവിടെ 4 കാര്യങ്ങളാണ് അതായത് കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ചാണ് ഈ ഭാഗം പറയുന്നത്. ആദ്യത്തെ ഭാഗം പറഞ്ഞത് ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും. ഈ 2 വാക്ക് ഈ വാക്യത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ചാണ്. അതായത് 4 കാര്യങ്ങൾ. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥികൾ ഇളം പുല്ല് പോലെ തഴയ്ക്കും, യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും. അതായത് വരാൻ പോകുന്നതായ വലിയ അനുഗ്രഹത്തിൻ്റെതായ ഒരു സമയം, ഒരു യഥാസ്ഥാനപ്പെടുത്തേണ്ട സമയത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചാണ് ഇവിടെ പ്രവാചകൻ തൻ്റെ ജനത്തെ ഓർപ്പിക്കുന്നത്. 3 കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് രക്ഷയെക്കുറിച്ച് കേൾക്കുന്നിടത്ത് റിഡംഷൻ, റെസ്റ്റോറേഷൻ ആൻഡ് റിന്യൂവൽ. 3 കാര്യങ്ങൾ നമുക്കറിയാം. റിഡംഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, അതായത് പൊളിഞ്ഞു കിടക്കുന്നതിനെ, ബ്രോക്കണായിട്ടുള്ളതിനെ നന്നാക്കിയെടുക്കുന്നതിനാണ് റിഡംഷൻ എന്ന് പറഞ്ഞത്. അതിന് വലുതായൊരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ദൈവം പറയുന്നത് നിങ്ങളെ റിഡീം ചെയ്യും, നിങ്ങളെ വീണ്ടെടുക്കും. പിന്നെ രണ്ടാമത്തേത് പറയുന്നത് റെസ്റ്റോറേഷൻ. റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ യഥാസ്ഥാനപ്പെടുത്തുക, നിങ്ങളെ വീണ്ടെടുക്കും, യഥാസ്ഥാനപ്പെടുത്തുക. യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിങ് ബാക്ക് ടു ദി ഒറിജിനൽ ഫോം. അതായത് പൊളിഞ്ഞു കിടക്കുന്നതിനെ വെളുപ്പമാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. രണ്ടാമത് നിങ്ങൾ എങ്ങനെ ആയിരുന്നോ ആ അവസ്ഥയിലേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും, നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. മൂന്നാമത് പറയുന്നത് റിന്യൂവൽ, നിങ്ങളെ പുതുതാക്കി തീർക്കും. ഇവിടെ നാം കാണുന്നുണ്ട്, നിങ്ങളുടെ അസ്ഥികൾ ഇളം പുല്ല് പോലെ തഴയ്ക്കും, നിങ്ങൾ ദിവസവും വളർന്നുകൊണ്ട് ഇരിക്കുന്നു. യു വിൽ ബി ഇൻ എ റിന്യൂഡ് സ്റ്റേറ്റ്. അപ്പം ഇത് ആരിൽ കൂടി സംഭവിക്കുന്നുവെന്ന് നമുക്ക് പുതിയ നിയമത്തിലേക്ക് വന്നിട്ട് നമുക്ക് കാണിക്കുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കാരണഭൂതൻ ആരാണ്? ഒരു സമയത്ത് പ്രവാചകൻ പറഞ്ഞു ദൈവം ഇത് നിങ്ങൾക്ക് വരുത്തുന്നു. എന്നാൽ പുതിയ ഇസ്രായേലായിട്ട് നമുക്ക് അത് അനുഭവപ്പെടുന്നത് ഇവിടെ കൂടെയാണ്. അതിൻ്റെ കാരണഭൂതൻ ആരെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, യേശു ക്രിസ്തു പറയുന്നതാണ് തൻ്റെ വാക്കുകളിൽ കൂടി.
വായിക്കണ്ട, ഞാൻ തന്നെ പുനരുദ്ധാനവും ആകുന്നു. അപ്പസ്തോല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ വിശുദ്ധ പത്രോസ് അത് സ്വീകരിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം വേറൊരു നാമവുമില്ല. ഇല്ല. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ ദൂതൻ മറിയോട് പറയുന്നുണ്ട്, അവൻ അവരെ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നതുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അവനാണ് രക്ഷകൻ, യേശു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചത്. തീത്തോസിന്റെ ലേഖനം 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പോൾ രക്ഷ എവിടെ നിന്നാണ് വരുന്നത്? യേശു ക്രിസ്തുവിൽ നിന്നാണ് രക്ഷ വരുന്നത്. ഒരു വാക്യം കൂടെ, എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-9. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഓക്കെ, അത് മതി. നിത്യരക്ഷയുടെ കാരണഭൂതനായിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നാം ഈ വായിച്ച വാക്യങ്ങളെല്ലാം നമ്മെ ഒരാളിലേക്കാണ് വിരലിച്ചുകൊണ്ടത്. രക്ഷ ഒരുത്തനിൽ മാത്രം, കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം. സോ യേശു ക്രിസ്തു, ഹി ഈസ് ദി മീഡിയേറ്റർ, ത്രൂ ഹിം സാൽവേഷൻ ഈസ് ഓഫേർഡ്. അതാണ് അതിൻ്റെ കൺക്ലൂഷൻ. മൂന്നാമതായിട്ട് ഈ ഭാഗത്തുനിന്ന് അടുത്തൊരു ചിന്ത കൂടെ പങ്കുവയ്ച്ചോളട്ടെ. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൻ്റെ അവസാനവും 15-ഉം കൂടെ. 14-ന്റെ അവസാനം, ശത്രുക്കളോടോ അവൻ ക്രോധം കാണിക്കും. ശത്രുക്കളോടോ അവൻ ക്രോധം കാണിക്കും. യഹോവ തന്റെ കോപത്തെ ഉഗ്രതയോടും തന്റെ ശാസനയെ അഗ്നിജ്വാലകളോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും. അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ ഇരിക്കും. അപ്പോൾ ഇവിടെ നാം കാണുന്നത് പ്രവാചകൻ അവരോട് ഓർപ്പിക്കുകയാണ്, നിങ്ങൾക്കൊരു സമാധാനത്തിൻ്റെ കാലമുണ്ട്, നിങ്ങൾക്കൊരു വീണ്ടെടുപ്പിൻ്റെ കാലമുണ്ട്. എന്നാൽ അതോടുകൂടി തന്നെ അതായത് യഹോവയുടെ ക്രോധവുമുണ്ട്. അതായത് നാം നോക്കിക്കഴിയുമ്പോൾ പ്രവാചകൻ ഓർപ്പിക്കുന്ന ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിനോടും രക്ഷയോടും കൂടി തന്നെ ദൈവനീതിയും നിവർത്തിക്കപ്പെടും. ഗോഡ്സ് ജസ്റ്റിസ്, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഗോഡ്സ് ലവ് ഡസ് നോട്ട് നെഗേറ്റ് ഈവിൾ. ഒരിക്കലും ദുഷ്ടതയെ ദൈവം കണക്കിടാതെ പോകില്ല. ജസ്റ്റിസ് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഗോഡ്സ് ക്യാരക്ടർ. നീതി നടപ്പാക്കുക ദൈവത്തിൻ്റെ ഒരു സ്വഭാവം പറയും. അപ്പം ഞാനൊരു വാക്കുകളിൽ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. യഹൂദയുടെയും യെരൂശലേം നിവാസികൾക്കും ദൈവം ഒരുക്കുന്നതായ വീണ്ടെടുപ്പ്, രക്ഷ, അതിൽ കൂടി ലഭിക്കുന്ന സമാധാനം, സന്തോഷം, സംതൃപ്തി, സുരക്ഷ, ആശ്വാസം, ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രവാചകൻ യഹൂദ ജനത്തോടും അതായത് യെരൂശലേം നിവാസികളോടും ഒക്കെ ഓർപ്പിക്കുന്നത്. നിങ്ങൾക്കിതൊക്കെയാണ് ദൈവം ഒരുക്കുന്ന ഒരു പ്രത്യാശ അവർക്ക് കൊടുക്കുകയാണ്. നാം ഇനി അധിവസിക്കുന്ന ഈ ലോകം, ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രേഞ്ചർ ടു കോൺഫ്ലിക്റ്റ് ആൻഡ് അൺറെസ്റ്റ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നാം അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. യുദ്ധം, സാമൂഹ്യ സാമ്പത്തിക അസമത്വം, മാനസികമായ പിരിമുറുക്കം, പ്രകൃതിക്ഷോഭം, ഇങ്ങനെ പലതിൻ്റെ മധ്യത്തിൽ കൂടാണ് നാം എല്ലാവരും കടന്നു പോകുന്നത്. ഇതിൻ്റെ മധ്യത്തിൽ സമാധാനം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അത് കണ്ടെത്താനായിട്ട് പലരും പല മാർഗങ്ങൾ ആരായുന്നു, അവലംബിക്കുന്നുമുണ്ട്. എന്നാൽ ദൈവം നമ്മെ ഓർപ്പിക്കുന്നു, ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു, ട്രൂ ആൻഡ് ലാസ്റ്റിംഗ് പീസ് ആൻഡ് സാൽവേഷൻ ഈസ് ഓൺലി ഇൻ ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ സമാധാനം, നമ്മുടെ രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമാകുന്നു. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. ആ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, അതായത് ദൈവനീതിയുടെ പൂർത്തീകരണം നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ, അവൻ്റെ കാൽവറിയിൽ അത്രേ.
അവിടെ നാം കാണുന്നു നമ്മുടെ രക്ഷ അവിടെ പൂർത്തീകരിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ നീതിയും നിവർത്തിക്കപ്പെടുന്നു. ഇറ്റ് വിൽ കം ത്രൂ ദ കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ രക്ഷ കാൽവറിയിൽ ഒഴുക്കി അവരുടെ രണ്ടാമത്തെ വരവെങ്കിൽ ദൈവത്തിൻ്റെ നീതിയും വെളിപ്പെടും. ലോകത്തിന് തരുവാൻ സാധിക്കാത്തതായ, ലോകത്തിന് കണ്ടെത്തുവാൻ സാധിക്കാത്തതായ സമാധാനം, സന്തോഷം, സംതൃപ്തി അത് മനുഷ്യാത്മാവിന് നൽകുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. വിശുദ്ധനായ അഗസ്തീനോസ് ഇപ്രകാരം പറയുന്നു: ദൈവമേ, അങ്ങ് ഞങ്ങളെ അങ്ങേക്കായി സൃഷ്ടിച്ചു. അങ്ങിൽ വന്നെത്തും വരെ ആത്മാവ് സംതൃപ്തമാകയില്ല. ഒരു പ്രാവശ്യം കൂടെ വായിക്കട്ടെ. ദൈവമേ, അങ്ങ് ഞങ്ങളെ അങ്ങേക്കായി സൃഷ്ടിച്ചു. അങ്ങിൽ വന്നെത്തും വരെ ആത്മാവ് സംതൃപ്തമാകില്ല. അതിനെ സങ്കീർത്തനക്കാരൻ പറയുന്നു, 42-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. മാന്യത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ നിന്നോട് ചേരുവാൻ, ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ സാധിക്കുന്നു. ഈ നോമ്പ് നമുക്ക് ദൈവവചനത്തിൻ്റെ ആവിഷ്കാരമായി തീരട്ടെ. വചനം ജഡമായി തീർന്നതായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂസിനോട് ചേരുവാനുള്ളതായ ഒരു യാത്രയായി ഈ നോമ്പുകാലം നമുക്കതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആരാധനകൾ, നമ്മുടെ വചന ധ്യാനം, നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം അതിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകളെ ചെലുത്തുന്നു. ഇപ്രകാരം എനിക്കൊരു അവസരം തന്ന അച്ഛനോടുള്ള നന്ദി വീണ്ടും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. ഇത്ര സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടുമുള്ളതായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാനിരിക്കുന്നു.